UN പൊതുസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി കാശ്മീർ പ്രശ്നം പരാമർശിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ പരാജയത്തിന്റെ അടയാളമാണ് കശ്മീർ എന്ന് അദ്ദേഹം പറഞ്ഞു. UNന്റെ ശക്തിയല്ല കശ്മീർ പ്രതിഫലിപ്പിക്കുന്നത്. കശ്മീരിന്റെ സ്വയം നിർണയാവകാശത്തിനുള്ള പോരാട്ടത്തിന് പിന്തുണ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. Kashmir remains a symbol of failure rather than the strength of the UN system. We feel the resolution on these issues can only be arrived at an environment of cooperation. By normalizing trade relations, we want to create a regional South Asian narrative. This narrative will provide an environment that will mutually benefit the countries of our region. കശ്മീരിൽ UNന്റെ നേതൃത്വത്തിൽ ജനഹിത പരിശോധന നടത്തണമെന്നതാണ് പാകിസ്ഥാൻ പതിറ്റാണ്ടുകളായി എടുക്കുന്ന സമീപനം. കശ്മീർ പ്രശ്നം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ചർച്ചയിലൂടെ പരിഹരിക്കാമെന്ന് സിംല കരാർ വേളയിൽ പാകിസ്ഥാൻ സമ്മതിച്ചിരുന്നു. എന്നാൽ ഇത് മറികടന്ന് പലപ്പോഴും പ്രശ്നം അന്താരാഷ്ട്രവൽക്കരിക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായാണ് സർദാരിയുടെ UN പ്രസംഗം. പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗുമായി കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 5 തവണ ചർച്ച നടത്താൻ കഴിഞ്ഞതായി പറഞ്ഞ സർദാരി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെട്ടതായും പറഞ്ഞു. എന്നാൽ കശ്മീരിനെ UN പരാജയത്തിന്റെ പ്രതീകമായി അവതരിപ്പിച്ചുകൊണ്ടുള്ള പാകിസ്ഥാൻ നിലപാടാവും വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാവുക. ഇന്റർനാഷണൽ ഡെസ്ക്, ഇന്ത്യ വിഷൻ.